അപ്പോൾ പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് കോർപ്പറേഷനിൽ LDF-നേറ്റ തിരിച്ചടി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കല്ലുത്താൻ കടവ് പച്ചക്കറി മാർക്കറ്റിനെയായിരിക്കും. പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും. 100 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ മാർക്കറ്റിലേക്ക് മാറില്ലെന്ന് ഉറച്ച നിലപാടിലാണ് വ്യാപാരികളും തൊഴിലാളികളും. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, ഈ പാളയം മാർക്കറ്റ് മാറ്റുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിധിയോടുകൂടി കൂടുതൽ സങ്കീർണമാകുമോ, പ്രതിസന്ധി സൃഷ്ടിക്കുമോ? എന്താണ് അവിടുത്തെ തൊഴിലാളികളും വ്യാപാരികളും ഒക്കെ പറയുന്നത്? അവർ പുതിയ മാർക്കറ്റിലേക്ക് മാറില്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം എതിരാവുന്നതോടുകൂടി തങ്ങളുടെ ഭാഗം ശരിയായിരുന്നു എന്ന് വ്യാപാരികൾ പറയുകയാണോ? വ്യാപാരികൾ നീക്കത്തിന് ആദ്യം എതിരായിരുന്നല്ലോ, അവർ കൊടുത്ത ജനവിധി എന്നാണോ അവർ പറയുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം ആ നിലയിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കല്ലുത്താൻ കടവിലേക്ക് പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിന് ഉദ്ഘാടനം അടക്കം നടത്തുകയും ചെയ്തത്. അന്ന് തന്നെ തൊഴിലാളികളും വ്യാപാരികളും ഒക്കെ അതിന് ശക്തമായി എതിർക്കുകയും രംഗത്ത് വരികയും അങ്ങോട്ട് മാറില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും മുസാഫിർ അഹമ്മദ് അടക്കം തോറ്റത് ഇവരുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇവരുള്ളത്. ഏതായാലും ഇനി അങ്ങോട്ട് മാറില്ല. അതോടൊപ്പം തന്നെ UDF നേതൃത്വം ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം കല്ലുത്താൻ കടവിലേക്ക് മാർക്കറ്റ് മാറ്റില്ല എന്നുള്ളതാണ്. ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുത്ത് പോകാൻ കഴിയുന്ന നിലയിലല്ല കോർപ്പറേഷനിലെ അംഗബലം എന്നുള്ളതും ഇവർക്ക് വലിയ തരത്തിലുള്ള ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവർ ഏതായാലും പ്രതികരണവുമായി തന്നെ രംഗത്ത് വരുന്നു. നിങ്ങൾ കല്ലുത്താൻ കടവിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നേയില്ല, എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 5000-ഓളം തൊഴിലാളികൾ കുടുംബങ്ങളുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ പട്ടിണിയാവും. നേരത്തെ തന്നെ കൗൺസിൽ യോഗം തീരുമാനമെടുക്കുകയും അങ്ങോട്ട് മാറ്റാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ കൗൺസിൽ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. എടുക്കാത്ത തീരുമാനമാണ് ഇവിടെ ഒരു കുപ്രചരണം നടത്തുന്നത്. ഏകപക്ഷമായിട്ടുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത്. UDF-ഉം NDA-യും നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട്. അവർ വോട്ട് ചോദിക്കുന്ന സമയത്ത് ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് ഇവിടെ നിലനിർത്തും തന്നെ പറഞ്ഞത്. അത് തന്നെ ഞങ്ങൾ വിശ്വാസം. തൊഴിലാളികൾ ഒറ്റക്കെട്ടായ തീരുമാനമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായുള്ള തീരുമാനമാണ്. കഴിഞ്ഞ കൗൺസിലിലെ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇത് പാസ്സാക്കി കല്ലുത്താൻ കടവിലേക്ക് കൊണ്ടുപോയത്. അല്ലാതെ മൊത്തത്തിലുള്ള ഒരു തീരുമാനത്തിലല്ല കല്ലുത്താൻ കടവിലേക്ക് പാളയം മാറ്റാൻ തീരുമാനിച്ചത്. അതിന് ശക്തമായിട്ട് പാളയം മൊത്തത്തിൽ LDF-നെതിരെ നിന്നത് കൊണ്ടാണ് മീഞ്ചന്തയിൽ CP മുസാഫർ അഹമ്മദിന്റെ പരാജയം തന്നെ ഒന്നാമതായി കാണുന്നത്. ഏതായാലും ഇവർ ശക്തമായ നിലപാടിൽ തന്നെയാണ്. കോർപ്പറേഷനിൽ ഇപ്പോഴത്തെ അംഗബലമാണ് ഇവരെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. കാരണം ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തൊഴിലാളികൾ. ഓക്കെ, താങ്ക് യു അഭിലാഷ്.